ആരെങ്കിലൊക്കെ ഉപദേശിച്ചാൽ അയാൾക്ക് മനസ്സിനൊരു വെറുപ്പ് വരും. ആരുപദേശിച്ചാല് മുദരിസ് ഉസ്താദല്ല, സീനിയറായ മുത്തല്ലിമല്ല, ജൂനിയറോ സമകാലികരോ ആരെങ്കിലൊക്കെ ഉപദേശിച്ചു, അപ്പൊ നമുക്കൊരു ഒരു അസ്വസ്ഥത, നീ ആരോ പറയാന്നുള്ളൊരു ചിന്ത അതുണ്ടെങ്കിൽ അത് കിബറിന്റെ അടയാളമാണ്. അയാൾ ആരാ അത് പറയാൻ എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അത് കിബറിന്റെ അടയാളമാണ്. കൂട്ടുകാരെ, നമുക്കത് തോന്നാറില്ലേ? ഞാൻ ഓതിയ ഒരായത്തിൽ ഒരു തെറ്റുണ്ടെന്ന് കരുതണം. ഒരു മുത്തല്ലിമായ മോന് വന്നിട്ട് പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോൾ ഉസ്താദിനോട് ഒരു കാര്യം പറഞ്ഞ വിഷമവും ഇല്ലല്ലോ മോനെ, ഉസ്താദ് ഓതിയ ആയത്തിൽ തെറ്റുണ്ട്. അവനാ ഇല്ലല്ലോ, ഒരു സാധ്യത ഇല്ലല്ലോ. ഉണ്ട് ഉസ്താദേ, നിങ്ങൾക്ക് തോന്നിയായിരിക്കും. കേട്ടോ, സമ്മതിക്കൂല. എന്നാലും ഓതിയ ഒരു ആയത്തിൽ ഇങ്ങനെ തെറ്റുണ്ടല്ലോ, കേട്ടത് മാറിയതായിരിക്കും. കേട്ടോ, എങ്ങനെ നമ്മൾ അനുസരിക്കുന്നില്ല. ശരിക്കും ഗസാലിമാൻ പറയുന്നത് രണ്ട് കാര്യമാണ് ആ തിരുത്തി തന്നാളോട് നമ്മൾ പറയേണ്ടത്. ഒന്ന്, ജസാക്കല്ലാഹു ഖൈർ, മോനിക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ. രണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, മോൻ അത് പറഞ്ഞോണ്ട് ഇനിയുള്ള സംസാരത്തിലൊക്കെ അത് ശ്രദ്ധിക്കാലോ. ശരിക്കും അങ്ങനെയാ പറയേണ്ടത്. എന്തിനാ നമുക്ക് ജാടയൊക്കെ?